ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എല്ലാവരും ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് മൺറോതുരത്തിലോട്ട് പോവാണ്. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പം കാശിക്ക് സ്കൂളിൽ പോകണ്ട, ഏട്ടനും പോകണ്ട, ട്യൂഷനും ഇരുന്നുമില്ല കാശിക്ക്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഏട്ടൻ പറഞ്ഞു ചായ കുടിക്ക്, എന്നിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട, നമുക്ക് ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നിപ്പി പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഇത് നടന്നു. നേരത്തെ പ്ലാൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇത് നടക്കത്തതുമില്ലായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാതാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊല്ലം തൊട്ട് നമ്മളൊരു ഈ മൺറോത്തുരുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലം വരെ നമ്മൾ കടകൾ നോക്കി വന്നു. കടകളൊന്നും ഇല്ലായിരുന്നു. ഗ്യാസിൻ്റെ ഇഷ്യൂ കൊണ്ട് കടകളിലൊന്നും സാധനങ്ങളും ഇല്ല. കടയെ അവധിയായിരുന്നു. ഇവിടെ പിന്നെ തടി ഉള്ള കടയാണ്. തടി വെട്ടി കൊടുക്കുമല്ലോ, ഇങ്ങനെ വിറക് കൊടുക്കത്തില്ലേ, അങ്ങനെയുള്ള കടയായതുകൊണ്ട് അവർ എല്ലാം അടുപ്പിൽ ഉണ്ടാക്കിയ സാധനങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ പൊറോട്ടയും ബീഫും ഒക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ തന്നെ സമയം 11 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മൺറോതുരത്തിലോട്ടാണ് വന്നത്. സാമ്പ്രാണിക്കൊടി പോകണമെന്ന് ലേഹേമ വന്ന നാളെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ സാധിച്ചില്ല. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്യും, വന്നപ്പോൾ തൊട്ട് പറയുന്നു പോകാൻ സമയമായി, എന്നിട്ട് ഇതുവരെ നമ്മൾ പോയില്ല, കൊണ്ടുപോയില്ലെന്നൊക്കെ പറയുമായിരുന്നേ. അപ്പോൾ ഇതെന്തുമായാലും നമ്മൾ അന്നേരം തീരുമാനിച്ചതായതുകൊണ്ട് പോകാനും പറ്റി. ഇതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അറിയാവുന്ന ഒരാളാണ്. അങ്ങനെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്താണ് വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വള്ളം അവിടെ നിന്ന് എടുത്തു. കയറി ഇരുന്നപ്പോഴേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഹൗസ് ബോട്ടിൽ പോകുന്നതിൻ്റെ കൂട്ടല്ലല്ലോ. അതിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം. എനിക്കിത് പേടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ്. ഈ കാശിയാണെങ്കിൽ അവിടെ ഇവിടെ വലിഞ്ഞ് കയറുമ്പോഴും ശ്രീമോ നടക്കുമ്പോഴും എല്ലാം എനിക്ക് പേടിയുണ്ട്. ഞാൻ വിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് വലിഞ്ഞ് കയറും. അപ്പോൾ ഏട്ടൻ പേടി അതൊന്നും കുഴപ്പമില്ല, അത് പേടിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ പോയി നിന്നത് ഫോട്ടോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇവരെല്ലാം കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കയറി നിൽക്കുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പോയില്ല, എനിക്ക് പേടിയാണെന്നും പറഞ്ഞ് ഞാൻ പോവാതെ തന്നെ നിന്നേ. അപ്പം ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പാട്ട് അത് കണക്ട് ചെയ്ത് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം കുറച്ച് സമയമൊക്കെ നമ്മളത് കണക്ട് ചെയ്ത് കേൾക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുപ്പും കാഴ്ച കാണലും ഒക്കെ ആയിരുന്നു. പിന്നെ പാട്ടിൻ്റെ കാര്യം മറന്നേ പോയി, അത് തന്നെയാണ് കാര്യം. ലേഹമ്മയാണെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പേ പറയുമായിരുന്നു, എടി ഇനി നമ്മൾ വരുന്നുണ്ട്, എനിക്കൊന്ന് സാമ്പ്രാണിക്കൊടി പോകണമെന്ന്. അത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതാളും തൊട്ട് ഇവിടെ ഇത്രയും ഫേമസ് ആയിട്ട് ഈ സാമ്പ്രാണിക്കൊടിയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഞാനും ഇന്ന് വരെ പോയിട്ടില്ല കേട്ടോ സാമ്പ്രാണിക്കൊടിയിൽ. അവിടെ പോയി ഇറങ്ങണമെന്നും ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്ന് വരെ പോകാൻ സാധിച്ചില്ല. ഒരു വട്ടം അവിടെ പോയപ്പോഴത്തേക്ക് വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മളെ വിട്ടില്ല ആ ഭാഗത്തോട്ട്. അന്നും പോകാൻ പറ്റിയില്ല. ഭാഗ്യം അവിടെ നമ്മളെ ചതിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണേ. അപ്പോൾ ഫ്രണ്ടിൽ പോയി നിന്ന് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ്, പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഏട്ടൻ പറഞ്ഞെങ്കിൽ നീ അവിടെ ഇരിക്കും, ഞാൻ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഫോട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ്റെയും ശ്രീമോൻ്റെയും കാശിയുടെയും എല്ലാ ഫോട്ടോ എടുത്തു. ലേഹമ്മയുടെയും കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇറങ്ങാനുള്ള സമയം എത്തിയോ എന്നേ. കാശി കയറിയപ്പോൾ തൊട്ടേ വെള്ളത്തിൽ ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് 2 പേർക്കും ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തത്. അതാവുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെന്ന് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, വെള്ളം കൂടുതൽ വെയിറ്റ് താങ്ങത്തതുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തോട്ട് എത്തി. അങ്ങനെ സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ആദ്യമേ ചാടി ഇറങ്ങുന്നത് കാശിയാണ്. കാശിക്കാണ് അത്രയ്ക്ക് ആകാംക്ഷയോടെ നിന്നത് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ചെറിയ പാവാടയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോഴേ അമ്മ പറയും, നീ തുനിഞ്ഞിറങ്ങി വന്നതായില്ലയോ. അമ്മ ജീൻസ് എടുത്തിട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, അമ്മയെ അത് മടക്കി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ലൂസായിട്ടുള്ള എന്തെങ്കിലും ഇട്, അത് ഞാൻ മടക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇട്ടുകൊണ്ട് വന്നത് കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ പറയാം, ഇത് മടങ്ങുന്നതും ഇല്ല കയറുന്നതും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അടുന്ന് വന്നൊരു ടീമായിരുന്നു അപ്പുറത്തുള്ളത്. അത് പള്ളിയിൽ നിന്ന് എന്തോ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവരെ എല്ലാവരെയും കണ്ടു. അവരെല്ലാം നല്ലതായിട്ട് നമ്മുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചു എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കണം, എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോസൊക്കെ എടുത്തത് അച്ചുവാണ്. അപ്പോൾ ശ്രീമോനാണെങ്കിൽ കടലിൽ നമ്മൾ പോയാൽ പോലും അങ്ങനെ ഇറങ്ങത്തില്ല, പേടിയാണ്. 1-2 തിര നനഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് ശ്രീമോൻ കയറും കരഞ്ഞുകൊണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ കയറുന്നില്ല, ഒരു തരത്തിൽ കയറത്തില്ല. അവനാണെങ്കിൽ അവിടെ അങ്ങ് കിടന്നങ്ങ് കളിയായിരുന്നു. എനിക്കങ്ങ് പേടിയായി. ഇച്ചിരി വെള്ളം ഉള്ളെന്ന് പറഞ്ഞാൽ പോലും കുഞ്ഞല്ലേ, അവൻ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്യും. ഇവനാണെങ്കിൽ വെള്ളം വായിലൊക്കെ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ആകാംക്ഷയിലുള്ള ചാട്ടമായിരുന്നു.
കാശിയാണെങ്കിൽ ഓരോന്ന് നിരീക്ഷിക്കുക, അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഓരോരോ സാധനങ്ങളും പറക്കിയെടുത്ത് ഞങ്ങളെ കാണിക്കുക. അതിൻ്റെ അകത്ത് കുറേ ഷെല്ലും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. കാലും കയ്യും എല്ലാം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കാശിയുടെ കേട്ടോ. അവൻ ഇതുപോലുള്ള അലുക്കുരുത്ത് പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൻ്റെ കൈ മുറിയുകയും ചെയ്തു. ശ്രീമോനാണെങ്കിൽ എന്തുവായാലും കുറച്ചൊക്കെ നടക്കുന്നുള്ളെങ്കിലും അങ്ങ് കളിയായിരുന്നു. രസിച്ചങ്ങ് കളിച്ചങ്ങ് നിൽക്കുകയാണ്, കണ്ടോ പോകുന്നതുണ്ട്. അപ്പോൾ ഏട്ടൻ പിടിച്ചേക്കുവാണ്. ഒരാൾ എപ്പോഴും അവൻ്റെ അടുത്ത് വേണം, നമ്മൾ പിടിക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു. ഏട്ടൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഏട്ടൻ മാറിയപ്പോഴത്തേക്ക് ഞാൻ പിടിച്ചപ്പോഴത്തേക്ക് അവൻ സമ്മതിക്കുന്നില്ല, കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞ് കൈ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം കണ്ടോ കാശിയുടെ നീന്തലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാശി നീന്തുന്നത്. ശ്രീമോൻ മൊത്തം നനഞ്ഞിട്ടുണ്ട്, തല വരെ ശ്രീമോൻ്റെ നനഞ്ഞിട്ടുണ്ടായിരുന്നേ. ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി. അപ്പം കഴിഞ്ഞൊരു ദിവസം കാപ്പിൽ പോകുന്ന കാര്യം രമ്യേച്ചിയും പിള്ളേരും എല്ലാവരും പറഞ്ഞായിരുന്നു. അമ്മയ്ക്കും പോകണമെന്നുണ്ടായിരുന്നു. അന്ന് പിന്നെ ഏട്ടൻ പോയതുമില്ല. അന്ന് വേറെ എന്തോ ആവശ്യം ഉണ്ടായിരുന്നു രാത്രിയിൽ, അതുകൊണ്ട് പോയില്ല. അപ്പം പിന്നെ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ശ്രീമോനും ഇത്ര ഉഷാറായെന്ന് മനസ്സിലായി. അന്ന് കാപ്പി പോയ സമയത്ത് ശ്രീമോൻ ഇച്ചിരി ഉള്ളായിരുന്നു, അവൻ ഇറങ്ങാറൊന്നും ആയിട്ടില്ലായിരുന്നു, പേടിയായിരുന്നു. ഇനിയിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കയറത്തില്ല, എല്ലാം അപ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയും മോനും കൂടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളും കയറാനുള്ള സമയമായി. കയറാൻ പറഞ്ഞിട്ട് ഒരു തരത്തിൽ കയറുന്നില്ല. ആ വള്ളത്തിലിരിക്കുന്ന ചെറുക്കനാണെങ്കിൽ അവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇതായിട്ടാണ് നമ്മുടെ അടുത്ത് കാര്യം പറയുക എടുക്കുകയൊക്കെ ചെയ്ത്. അച്ഛൻ്റെ കൂടെ ഒന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. പിള്ളേരെയൊക്കെ എടുത്ത് വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ കാണാനായിട്ട് വള്ളത്തിൽ വന്നതാണെന്ന് പറഞ്ഞേ. അങ്ങനെ അവരുടെ അടുത്തും കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോസ് അധികം എടുത്തില്ലായിരുന്നു, ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട്. അങ്ങനെ അച്ഛനെയും കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു മതി വീഡിയോ എടുത്ത് ഇങ്ങ് പോരാൻ പറഞ്ഞു, എൻ്റെ കീഴിൽ നിന്ന് ഇങ്ങ് മാറുന്നു പറഞ്ഞു. അപ്പം ഞാൻ മാറിക്കഴിഞ്ഞ ഉടനെ എൻ്റെ സ്പേസിലോട്ട് അമ്മ പോയി നിൽക്കാനായിട്ട് പോവാണ്. അപ്പം എന്തുമായാലും വന്നെങ്കിൽ പിന്നെ കുറച്ച് ഫോട്ടോസെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ ഫോട്ടോ എടുക്കണം. എവിടെ പോയാലും ഫോട്ടോ വെക്കുകയാണല്ലോ. ലഹമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത് പോയത്. എൻ്റെ അത് പിന്നെയും ഇങ്ങ് പറയായിരുന്നു. വീട്ടിൽ വന്നപ്പോഴും പറഞ്ഞിടേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്, അടുത്ത വട്ടം വരുമ്പോഴും നമുക്ക് പോകണം, എല്ലാവരുമായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അമ്മയും കൊണ്ട് എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു വട്ടം വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു ഒരു ഓണത്തിന്, അല്ലാതെ നമ്മൾ എവിടെയും പോയിട്ടില്ല. ഇവിടെ കൊല്ലത്ത് വന്നാൽ തന്നെ നമ്മുടെ ബീച്ചിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ആ പാർക്കിലോട്ടൊന്ന് പോകുമെന്നല്ലാതെ വേറെ എവിടെയും പോയിട്ടും എടുത്തിട്ടൊന്നുമില്ല. ധൃതിയാണല്ലോ, ഇന്ന് വന്ന് നാളെ പോകും, അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഈ ലീവിന് വന്നതുകൊണ്ടാണ് ഇത്രയും ദിവസമൊക്കെ അടുപ്പിച്ച് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് 8 വർഷം ആകാൻ പോകുന്നു. ഈ 8 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് അമ്മ വന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഒന്നും നിൽക്കാനും എടുക്കാനും ഒന്നും പറ്റുന്നില്ല. വന്നു പോയി ആ ഒരു ഇതായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ലതായിട്ട് ഞാൻ ഓർക്കുകയും ഒരു വട്ടം വന്നാൽ മതി, അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിൽക്കുമല്ലോ എന്നുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത ടീം വന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കയറാനായിട്ട് പോവുകയാണേ. അപ്പോൾ ശ്രീമോൻ കിടന്ന് പിടയ്ക്കുന്ന, അവന് ഒരു തരത്തിൽ കയറത്തില്ല. അവനെ എടുത്തപ്പോഴത്തേക്ക് അവൻ കിടന്നങ്ങ് ചാടുവാണ്. അപ്പം നമ്മുടെ വള്ളത്തിലെ ആ ചേട്ടനാണെങ്കിൽ ഇതെടുത്തിട്ട് കൊടുത്തതാണ്, കാശി ഇതിനകത്തിലിട്ട് നീന്തടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ട ഉടനെ ശ്രീമോനും അത് കയറാൻ വേണ്ടിയിട്ടൊരു ഉത്സാഹത്തിൽ ഓടി നടന്ന് വരുവാണ്, അത് പിടിക്കാൻ വേണ്ടിയിട്ട്. നാക്ക് വെച്ച് നക്കുവാണ്, വെള്ളം വീണതല്ല. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവൻ്റെ പുറത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് കയറി പിള്ളേരുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അടുത്ത ബോട്ട് അപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇത് നീങ്ങുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മയും ഏട്ടനും അച്ചും എല്ലാം കൂടെ തെള്ളി എന്തുമായാലും വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ കയറ്റിയിടുന്ന ഭാഗത്ത് നല്ലതായിട്ട് മണ്ണാണ് കേട്ടോ. ആ കുറച്ച് താഴ്ചയുള്ളൂ, താഴ്ചയൊന്നുമില്ല. നമുക്ക് നല്ലതായിട്ട് നിൽക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഒരു വട്ടമെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം, അത് നല്ല ഭംഗിയാണ് കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് റൗണ്ട് അടിച്ചൊന്ന് വരുവാണ്. ആ കാണുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ചുമ്മാ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ പിള്ളേരെ തോർത്ത് ഡ്രസ്സൊക്കെ മാറി എന്തുമായാലും റെഡി ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി തിരിച്ചങ്ങ് പോകാമെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പം എനിക്ക് ഇത്രയും വന്നു കഴിഞ്ഞ് കണ്ടപ്പോഴേ എനിക്കങ്ങ് തിരിച്ചു പോയാൽ മതി. ഈ നടുക്കോട്ട് പോകുമല്ലോ, ഈ ആറിൻ്റെയൊക്കെ നടുക്കോട്ട് പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കാണുന്നത്. പോയിട്ടും തീരുന്നുമില്ല, തിരിച്ച് നമ്മൾ എത്തുന്നുമില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു കേട്ടോ എനിക്ക്. നമുക്കിവിടെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മൂടൊക്കെ അങ്ങ് മാറി. നമുക്ക് അതുവരെ ഭയങ്കര ഉത്സാഹത്തിൽ നിൽക്കുമായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് പോകാനുള്ള ഒരു ഇതായിരുന്നേ. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഒന്ന് ഇറങ്ങിയപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് പിന്നെ എപ്പം അവന് ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചാടി ഇറങ്ങാൻ നോക്കും. അത് അന്നേരം ആ പുള്ളി പറയുകയും ചെയ്ത് നമ്മുടെ അടുത്ത്, അത് സൂക്ഷിച്ചോണം, കുഞ്ഞുങ്ങൾ അറിയത്തില്ല, അവരിറങ്ങിയത് കൊണ്ട് അവരോർക്കും ഇനി അതിൽ ഇറങ്ങാൻ പറ്റുമെന്നുള്ള ഇതിൽ ചാടി ഇറങ്ങാൻ നോക്കും, അതുകൊണ്ട് കുഞ്ഞിനെ ശ്രദ്ധിച്ചോണേന്ന് പറഞ്ഞായിരുന്നു. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അവൻ ഈ വെള്ളം കാണുമ്പോൾ അവൻ്റെ വിചാരം നമുക്ക് ഇറങ്ങാന്നുള്ള ഇത്, അവന് മുമ്പേ ഇറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അങ്ങ് ചാടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അച്ചു മാത്രമേ ഉള്ളൂ ഫോട്ടോസ് എടുക്കാനൊന്നും വരാഞ്ഞത്. അവന് ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്നും പറഞ്ഞ് ആ ചേട്ടനോട് മീൻ പിടിക്കുന്ന കഥയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കാശിക്ക് മീൻ പിടിക്കണമെന്നും പറഞ്ഞു കുറച്ച് സമയം പോയി അവിടെ നിന്നു. ആ ചേട്ടൻ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോഴത്തേക്ക് 1-2 മീൻ കിട്ടിയേനായിരുന്നു ഇന്നത്തേക്കുള്ള. അപ്പോൾ ഇവനൊക്കെ പോയി നിന്ന് ചൂണ്ട ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല.
അറിയില്ല. പക്ഷേ ഈ മീൻ ചാടി ചാടി പോകുന്നത് നമ്മൾ കണ്ടു കേട്ടോ. അന്നേരം പറയുകയും ചെയ്തു മീനാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മീൻ കൊത്താൻ വരുമ്പോഴോ അല്ലെങ്കിൽ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് രക്ഷപ്പെട്ട് ചാടി പോകുന്നതാണെന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ചില സിനിമയിലെയൊക്കെ ഷൂട്ട് ചെയ്ത വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൺട്രോത്തുരുത്തിൽ. അപ്പം അതൊക്കെ നമ്മളെ കാണിച്ചു തന്നു, ഏതൊക്കെ സിനിമയിലെ വീടുകളാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ബോട്ട് പോകുമ്പോഴും വള്ളം പോകുമ്പോഴും എല്ലാം ശ്രീമോനാണെങ്കിൽ ഭയങ്കര ശുഷ്കാന്തിയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നോക്കി നിൽക്കുന്നത് മൊത്തം ആ ആനയാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ടായിരുന്നു, നമ്മൾ കയറിയില്ല, നല്ല വെയിലായതുകൊണ്ട് കയറാനൊന്നും പോയില്ല. അപ്പോൾ അവിടെ ഒരു ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആനയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ. അച്ഛനും മക്കളും പണ്ടേ ആനപ്രേമികളായതുകൊണ്ട് പിന്നെ എവിടെ ഒരു പ്രതിമയുള്ള ആനയെ കണ്ടാൽ പോലും നോക്കി നിന്നോളും. അങ്ങനെ പിന്നെ കുറേ സമയം നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി തിരിച്ച് നമ്മൾ കയറിയിടത്തോട്ട് പോവുകയാണ്. നമ്മൾ അടുക്കാറായി. അപ്പോൾ ഇപ്പോൾ പറയുന്നത് മൊത്തം നമ്മുടെ ഓരോ സിനിമയിൽ ഷൂട്ട് ചെയ്ത് ഓരോരോ വീടുകളൊക്കെ നമ്മളെ കാണിച്ചു തരുവാണ്. അപ്പം ഞാൻ അതിനകത്തിൽ എനിക്ക് സിനിമ പേരൊന്നും അറിയത്തില്ലെങ്കിലും ഞാനത് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു ഇന്ന ആടെ സിനിമയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ കയറിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വള്ളം അടുപ്പിക്കുവാണ്. അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി വണ്ടി എടുക്കാൻ പോകണം. വണ്ടി ആ ചേട്ടൻ്റെ വീട്ടിലാണ് കൊണ്ടിട്ടത്. അവിടെ പോയി നമ്മളിന്ന് ഫ്രഷ് ആയതിനു ശേഷം അവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ പോകുന്ന വഴി വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ അച്ചു ഓടിക്കാമെന്നും പറഞ്ഞ് അച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചുവാണ് വണ്ടി ഓടിച്ചത്. നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരാൻ നേരം അങ്ങനെ നമ്മൾ ഹയാത്തിലാണ് വന്നത്. അപ്പോൾ പൊറോട്ടയും ഒന്നുമില്ല ഇവിടെ, കുബൂസും ഇല്ല, റൊമാലി ഇല്ല, ഒന്നുമില്ല. ബിരിയാണിയും പിന്നെ ചപ്പാത്തിയും ഉള്ളൂ എന്ന് പറഞ്ഞു, തന്തൂരി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ പോരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.